ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ, ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ ബട്ടർഫ്ലൈ ഗാർഡൻ ആണ് ഇത്. അപ്പോൾ നിങ്ങളൊരു പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് നിർത്തിയിട്ടുള്ള ഗാർഡൻസ് കാണാൻ പറ്റും. അത് നമ്മൾ ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള ഗാർഡൻസ് ആണ്. ഓക്കെ, ഇവിടെ എന്ന് പറയുമ്പോൾ ഈവൻ ഈ ചപ്പ് ചവറൊക്കെ ഇല്ലേ, കരിയില, അതെല്ലാം നമ്മൾ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യും. ബിക്കോസ് അതെല്ലാം ബട്ടർഫ്ലൈസിൻ്റെ ഹൈഡിങ് സ്പോട്ട്സ് ആണ്. ഇപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈസിനെ രാവിലെ അല്ലേ കാണുന്നത്, ഇപ്പോൾ രാത്രി ബട്ടർഫ്ലൈസ് എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞുകൊണ്ടല്ലേ, അതെ, ഹൈഡ് ചെയ്യും. അപ്പോൾ അവർക്ക് ഈ കരിയില, മരപ്പൊത്ത് പോലത്തെ സ്പോട്ടൊക്കെ അതിന് അത്യാവശ്യമാണ്. അതുപോലെ നമ്മൾ പെസ്റ്റിസൈഡ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ഫോറസ്റ്റ് പാച്ചാണ്. അപ്പോൾ ആ ഒരു സ്പേസ് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് ഓപ്പൺ ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിൾ അറിയോ? സ്റ്റേജസ് അറിയാന്ന് പറയോ? ആദ്യം അഡൽട്ട് ബട്ടർഫ്ലൈ ഉണ്ടായിരിക്കും. ബട്ടർഫ്ലൈസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും ഹോസ്റ്റ് പ്ലാന്റ്സ് വേണം. നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെ അവർ പ്ലാന്റ്സിനെയാണ് കഴിക്കാറ്, ഇലകളാണ് കഴിക്കാറ്. അഡൽട്ട് ആയിരിക്കുമ്പോൾ വെള്ളവും പൂന്തേനും കഴിക്കും. ഓക്കെ, അപ്പോൾ അഡൽട്ട് ഫീമെയിൽ എപ്പോഴും വന്ന് അതിൻ്റെ ഹോസ്റ്റ് പ്ലാന്റിൽ വന്ന് മുട്ടയിടും. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ബട്ടർഫ്ലൈ ഉണ്ട്, സദേൺ ബേർഡ് വിങ്, ഗരുഡ ശലഭം എന്ന് മലയാളത്തിൽ പറയും. നിങ്ങൾ ഇനി ഇൻസെക്ട് മ്യൂസിയത്തിൽ പോകുമ്പോൾ അതിനെ കാണാൻ പറ്റും, ഒരു മഞ്ഞയും കറുപ്പും കളറിൽ. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ മുട്ട കാണിച്ചു തരാം. ഇത് കണ്ടോ? എടാ, അവിടേക്ക് മുട്ട വരില്ല, നിങ്ങൾ ഇങ്ങോട്ട് വരണേ. ഇത് ഇലയിലാണ്, കണ്ടോ? ഗരുഡ ശലഭത്തിന്റെ മുട്ടയാണിത്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈ. അല്ല, ചില്ലാമയുടെ പോലെ അതല്ല, ഇത് മുട്ടയാണ്, ബട്ടർഫ്ലൈയുടെ മുട്ടയാണ്. ഈ മുട്ട വിരിഞ്ഞിട്ട് പുഴു പുറത്ത് വരും. ആ പുഴു പുറത്ത് വരുമ്പോൾ ഭയങ്കര ചെറിയ സൈസ് ആയിരിക്കും. അവര് പിന്നീട് ഫുഡ് കഴിക്കുന്നതിനനുസരിച്ചിട്ട് അവര് ഫുഡ് കഴിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ വലുതാവും. ഇത് ഗരുഡ ശലഭത്തിന്റെ പുഴുവാണ്. ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവര് പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുന്നതിന് വെച്ചിട്ട് പെട്ടെന്ന് വണ്ണം വെക്കും. പക്ഷെ നമ്മുടെ പോലെ സ്കിന്ന് ഇലാസ്റ്റിക് അല്ല, സ്കിന്ന് അതിനനുസരിച്ച് എക്സ്പാൻഡ് ആവില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഓൾറെഡി ഉള്ള സ്കിന്നിൻ്റെ ഉള്ളിൽ പുതിയൊരു സ്കിൻ ഉണ്ടാക്കിയിട്ട് പഴയത് പൊഴിച്ച് കളയും. പാമ്പൊക്കെ പടം പൊഴിക്കുകയെന്ന് പറയില്ല, അതേപോലെ. അങ്ങനെ ഒരു ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിൾ മൊത്തം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 മുതൽ 5 തവണ വരെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഗരുഡ ശലഭത്തിൻ്റെ പുഴു. ഇതിപ്പോൾ പ്യൂപ്പേറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളൊരു പുഴുവാണ്. കാരണം നമ്മുടെ ഒരു ചൂണ്ടുവിരലിൻ്റെ അത്രയും വലിപ്പം വെച്ചിട്ടുണ്ട്, നല്ല സൈസും വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പ്യൂപ്പ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഏതിന്റെ പ്യൂപ്പയാണ് കണ്ടിട്ടുള്ളത്? പ്യൂപ്പ കാണിച്ചു തരാം. മുട്ട വിരിഞ്ഞ് പുറത്ത് വരുന്നതാണ് ലാർവ അല്ലെങ്കിൽ കാറ്റർപില്ലർ എന്ന് പറയുന്നത്. അല്ല, ഇത് വിരിഞ്ഞ പുറത്ത് വരുന്നത് ഒരു പൊട്ട് പോലെ അത്ര വലിപ്പമേ ഉണ്ടാവുള്ളൂ. പിന്നീട് അവർ ഫുഡ് കഴിച്ച് അതിനനുസരിച്ച് സൈസ് വെക്കും. ഇപ്പൊ ഇവിടെ ഉള്ളവരെല്ലാം ഈ സൈസിലുള്ളവരാണ്. ഈ ചെടി മൊത്തം നോക്കാന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം അടിയിൽ നിങ്ങൾക്ക് പുഴുക്കളെ കാണാൻ പറ്റും. അത് ഇത് കണ്ടോ? ഇതൊരു പ്യൂപ്പയാണ്. ഒരു മിനിറ്റ്, അല്ല, ഒരു കുട്ടിയുടെ പോലെയല്ലേ? കുട്ടിയുടെ പോലെ. ഇത് പ്യൂപ്പയാണ്. അതിനെ തുടരുത്, ഞാൻ അതിന്റെ അടുത്താണ് തൊട്ടേക്കുന്നത്. പ്യൂപ്പൽ സ്റ്റേജ് എന്ന് പറയുമ്പോ പെട്ടെന്ന് ഇത് കണ്ടോ, ചെറുതൊന്നിനെ കണ്ടോ ഇവിടെ, കണ്ടില്ലേ? ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് ആണോ? അത് ലാർവ കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേജാണ് പ്യൂപ്പ എന്ന് പറയുന്നത്. ഇതൊരു പ്യൂപ്പ, അതിവിടെ വേറെ പ്യൂപ്പ ഉണ്ട്. ഇതെല്ലാം ചെറിയൊരു കാറ്റർപില്ലറിന് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഇവരിങ്ങനെ ഫുഡ് കഴിച്ചിട്ടാണ് നിങ്ങൾ നേരത്തെ കണ്ട സ്റ്റേജിലോട്ട് എത്തുന്നത്. ഇങ്ങനെ ഓരോ
ബട്ടർഫ്ലൈക്കും ഓരോ ഹോസ് പ്ലാന്റ്സ് ആയിരിക്കും. ഈ